വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില അപ്ഡേഷൻസ് ഇപ്പോൾ നമുക്ക് വിവിധ കോർപ്പറേഷനുകളിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. ഇപ്പോൾ റോജി അവിടെ പോയപ്പോൾ DCC പ്രസിഡന്റ് ഒക്കെ പറഞ്ഞ അവകാശവാദങ്ങളെ എന്താ പറയണേ, അത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം, കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരത്ത് LDF-ഉം NDA-യും തമ്മിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുകയാണ്. 12-13 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ടയിൽ പന്തളത്ത് വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. പന്തളം NDA വീണ്ടും തിരിച്ചുപിടിച്ചിരിക്കുന്നു. NDA-ക്ക് അവിടെ ലീഡ് ലഭിച്ചിരിക്കുന്നു. LDF അടൂർ മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നു. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ LDF-ന്റെ കയ്യിലായിരുന്നു, അത് UDF തിരിച്ചുപിടിക്കുന്നു. തിരുവല്ല കഴിഞ്ഞ തവണ UDF-ന്റെ കയ്യിലായിരുന്നു, അത് LDF തിരിച്ചുപിടിക്കുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മാറി മറിയുന്നു. അടൂര് LDF, UDF പത്തനംതിട്ട, LDF തിരുവല്ല. അപ്പോൾ പന്തളത്ത് NDA, അതായത് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലവിലെ ലീഡ് സാഹചര്യത്തിൽ അവർ നിലനിർത്തുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എനിക്കൊന്ന് കണ്ണൂർ അല്പം UDF-ന് ലീഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവിടുത്തെ ലീഡ് നില മാറി മറിയുന്നുണ്ട്. കണ്ണൂര് അല്പസമയത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. കൊല്ലത്ത് 3-4-1 എന്ന രീതിയിലാണ് NDA ഒരു സീറ്റിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നു. LDF 3 സീറ്റ്, UDF 4 സീറ്റ്. എറണാകുളത്ത് UDF പുറകിലാണ്, LDF 24 സീറ്റ്, UDF 10 സീറ്റ്, NDA 3 സീറ്റ് എന്ന രീതിയിലേക്ക്. തൃശൂർ കോർപ്പറേഷനിൽ UDF-ന്റെ വലിയ മുന്നേറ്റം, പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായ ഒരുപക്ഷെ പോരാട്ടം LDF-ഉം NDA-യും തമ്മിൽ നടക്കും. LDF 8, NDA 6 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം, തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം, തൃശൂർ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDF 16 സീറ്റിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു. കണ്ണൂര് UDF മുന്നിട്ട് നിൽക്കുന്നു. UDF-ന്റെ സിറ്റിംഗ് കോർപ്പറേഷനാണ് കണ്ണൂര്. കഴിഞ്ഞ തവണ വലിയൊരു മുന്നേറ്റം UDF-ന് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. കണ്ണൂര് UDF-ന് 6 സീറ്റ് മുന്നിട്ട് നിൽക്കുന്നു. LDF 2, NDA 2. കണ്ണൂർ എന്ന് തന്നെയാണ്. കണ്ണൂരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ണൂർ 2 സീറ്റുകളിൽ LDF-ഉം 6 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. NDA തൊട്ടു പിന്നിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മുന്നോട്ട് വെക്കാനുള്ളത്.